ഹായ് ഫ്രണ്ട്സ്, ചരിത്രവും സൗന്ദര്യവും സമന്വയിക്കുന്ന രാജസ്ഥാനിലെ ജയ്പൂർ സിറ്റി പാലസിലേക്ക് ട്രാവൽ പ്രേമികൾക്ക് സ്വാഗതം. ഇന്ത്യൻ മണ്ണിലെ രാജകീയ പ്രൗഢിയുടെ ഒരേയൊരു വിലാസമാണ് രാജസ്ഥാൻ. ആ രാജസ്ഥാന്റെ ഹൃദയഭാഗത്ത് പിങ്ക് സിറ്റിയുടെ നടുവിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു അത്ഭുതമുണ്ട്. അതാണ് ജയ്പൂർ സിറ്റി പാലസ്. ഇതൊരു കെട്ടിടം മാത്രമല്ല, കച്ചാഹ രാജവംശത്തിന്റെ 3 നൂറ്റാണ്ടുകൾ നീണ്ട പാരമ്പര്യമാണ് ഇവിടെ ശിലകളിൽ ജീവൻ വച്ചിരിക്കുന്നത്. രജപുത്ര ശൈലിയുടെ കരുത്ത്, മുഗൾ വാസ്തുവിദ്യയുടെ ഭംഗി, യൂറോപ്പിന്റെ സ്വാധീനം, ഈ മൂന്നിന്റെയും സമന്വയം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു ജീവനുള്ള ചരിത്ര രേഖയാണിത്. 1729 1732 ഇടയിൽ ജയ്പൂർ നഗരം സ്ഥാപിച്ച കച്ചാഹ രാജവംശത്തിലെ മഹാരാജ സവായ് ജയ് സിംഗ് രണ്ടാമനാണ് ഈ കൊട്ടാരത്തിന് തറക്കല്ലിട്ടത്. ചുവപ്പും പിങ്കും കലർന്ന മണൽക്കല്ലിൽ വിദ്യാധർ ഭട്ടാചാര്യയെയും സാമുവൽ സ്വിൻഡൻ ജേക്കബിനെയും പോലുള്ള പ്രതിഭകളുടെ കൈകളിലൂടെയാണ് ഈ വാസ്തുവിദ്യാ വിസ്മയം പൂർണ്ണതയിലെത്തിയത്. ഇന്നും ഈ കൊട്ടാരത്തിന്റെ ഒരു ഭാഗത്ത് രാജകുടുംബം താമസിക്കുന്നു എന്നറിയുമ്പോൾ ഇതിന്റെ പ്രൗഢിക്ക് തിളക്കം കൂടുന്നു. കൊട്ടാര സമുച്ചയത്തിലെ പ്രധാന ആകർഷണം 7 നിലകളിലായി തലയെടുപ്പോടെ നിൽക്കുന്ന ചന്ദ്രമഹലാണ്. 7 നിലകളിലായി പടുത്തുയർത്തിയ ഈ ഗോപുരത്തിന്റെ ഓരോ നിലയ്ക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. 1-ാം നില സുഖ് നിവാസ്, സന്തോഷത്തിന്റെ വസതി, രാജകീയ വിശ്രമത്തിന്റെ ഇടം. 2-ാം നില ശോഭാ നിവാസ്, അഴകിന്റെ വീട്, സ്വർണപ്പണികളും കണ്ണാടികൾ കൊണ്ടും ചുവർ ചിത്രങ്ങൾ കൊണ്ടും അലങ്കരിച്ച ഈ നിലയിൽ വച്ചാണ് രാജാവ് പൊതുജനങ്ങളെ കണ്ടിരുന്നത്. 3-ാം നില ചാബി നിവാസ്, ചിത്രങ്ങളുടെ വസതി, ഇവിടെ രാജകീയ ചിത്രങ്ങളുടെ പ്രദർശന കേന്ദ്രമാണ്. 4-ാം നില ശ്രീനിവാസ്, സമൃദ്ധിയുടെ വസതി, കൊട്ടാരത്തിലെ പ്രധാന പൂജാമുറികൾ ഇവിടെയാണ്. 5-ാം നില പത്മനിവാസ്, താമരയുടെ വസതി, താമര രൂപത്തിലുള്ള ജനലുകളാണ് ഇവിടത്തെ പ്രത്യേകത. 6-ാം നില രത്ൻ നിവാസ്, രത്നങ്ങളുടെ വസതി, വിലയേറിയ രത്നങ്ങളും ആഭരണങ്ങളും സൂക്ഷിച്ചിരുന്നത് ഈ നിലയിലാണ്. ഏറ്റവും മുകളിലുള്ള 7-ാം നിലയാണ് മുകുട് മന്ദിർ. കൊട്ടാരത്തിന് മകുടം ചാർത്തിയതുപോലെയുള്ള ഈ ഭാഗത്ത് നിന്നാൽ ജയ്പൂർ നഗരത്തിന്റെ 360 ഡിഗ്രി കാഴ്ചകൾ നമുക്ക് മുന്നിൽ വിസ്മയം തീർക്കും. രാജാവ് കൊട്ടാരത്തിലുണ്ടെങ്കിൽ വലിയ പതാകയും ഇല്ലെങ്കിൽ ചെറിയ പതാകയും കൊട്ടാരത്തിന് മുകളിൽ ഉയർത്തുന്ന പാരമ്പര്യം ഇന്നും ഇവിടെ തുടരുന്നു. രാജകീയ ചിട്ടകൾ ഇന്നും തെറ്റാതെ ഇവിടെ പരിപാലിക്കപ്പെടുന്നു. സിറ്റി പാലസ് പലതരം വിസ്മയങ്ങളുടെ ശേഖരം തന്നെയാണ്. മുബറാഖ് മഹൽ, സ്വാഗതത്തിന്റെ കൊട്ടാരം. ഇന്നിത് മഹാരാജ സവായ് മാൻസിംഗ് രണ്ടാമന്റെ പേരിലുള്ള മ്യൂസിയമാണ്. രാജകീയ വേഷവിധാനങ്ങളും അപൂർവമായ പഷ്മീന ഷാളുകളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ദിവാൻ ഇ ഖാസ്, രാജാവിന്റെ സ്വകാര്യ സദസ്സ് നടന്നിരുന്ന ഹാൾ. ഇവിടത്തെ പ്രധാന ആകർഷണം എന്താണെന്നറിയാമോ? ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളിപ്പാത്രങ്ങൾ. മഹാരാജ മാധോ സിംഗ് രണ്ടാമൻ ഇംഗ്ലണ്ടിലേക്ക് ഗംഗാജലം കൊണ്ടുപോകാൻ ഉപയോഗിച്ച ആ കൂറ്റൻ പാത്രങ്ങൾ ഈ കൊട്ടാരത്തിന്റെ സമ്പന്നതയുടെ നേർസാക്ഷ്യങ്ങളാണ്. സിറ്റി പാലസിന്റെ ഏറ്റവും വിശാലവും മനോഹരവുമായ മുറ്റമാണ് പ്രീതം നിവാസ് ചൗക്ക്. ഇവിടെ 4 കവാടങ്ങളുണ്ട്. ഓരോ കവാടവും ഓരോ ഋതുക്കളെയും ഹിന്ദു ദൈവങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു. മയിൽപീലിയുടെ രൂപകൽപ്പനകളുള്ള മയിൽ കവാടം ജയ്പൂരിലെ കലാകാരന്മാരുടെ അത്ഭുതകരമായ വൈദഗ്ധ്യം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു കലാവിരുതാണ്.
ജയ്പൂർ സിറ്റി പാലസ് കേവലം കാഴ്ചകൾ കാണാനുള്ള ഒരിടം മാത്രമല്ല, അത് രാജസ്ഥാനി സംസ്കാരത്തിന്റെയും അധികാരത്തിന്റെയും അചഞ്ചലമായ സൗന്ദര്യബോധത്തിന്റെയും ഒരു നേർസാക്ഷ്യമാണ്. ചരിത്രത്തിലും വാസ്തുവിദ്യയിലും താല്പര്യമുള്ള ഏതൊരാൾക്കും ജയ്പൂർ സിറ്റി പാലസ് ഒരു അവിസ്മരണീയമായ അനുഭവമാണ് നൽകുക. പിങ്ക് സിറ്റിയുടെ ഹൃദയഭാഗത്ത് ഇന്നും തല ഉയർത്തി നിൽക്കുന്ന ഈ കൊട്ടാരം കാലാന്തരങ്ങളായുള്ള കലാപരമായ കയ്യൊപ്പുകളുടെ ഒരു വിസ്മയമാണ്. മറ്റൊരു വിസ്മയ കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.